ഉത്തരേന്ത്യയിലെ അതിശക്തമായ തണുപ്പിനെയും അവഗണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് കർഷകരാണ്. അവിടുത്തെ സമരം ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. ഖനൌരി അതിർത്തിയിലാണ് കർഷകരുടെ സമരം തുടരുന്നത്. എന്തായാലും ആദ്യ സമരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി നിരാഹാരം ഇരുന്നാണ് കേന്ദ്ര സർക്കാരിന് മേൽ കർഷകരുടെ സമ്മർദ്ദം ഉണ്ടാകുന്നത്. ഒരു വർഷത്തോടടുക്കുന്നു ഖനൌരി അതിർത്തിയിലെ കർഷക സമരം. ചർച്ചകൾ പലതും കഴിഞ്ഞു. ചുട്ടുപൊള്ളുന്ന ചൂടിനെ അതിജീവിച്ച കർഷകർ ഇന്ന് തണുപ്പിനോടാണ് പോരാടുന്നത്. മൂടൽമഞ്ഞും ശീതക്കാറ്റും 5 ഡിഗ്രിയിൽ താഴെത്തുന്ന തണുപ്പിനി മല്ലിടിച്ചാണ് കർഷകരുടെ ജീവിതം. ठंडा तो जी बहुत हो रहा है, गर्मी भी चल रही है, ठंडे भी रहे हैं। हम ठंड पहले गर्मी च भी इतने बैठे रहे हैं, कोई परवाह नहीं। मौसम बहुत खराब है, बहुत ठंड है ते किसान भी ਸਾਰੇ ਰਾਤ ਨੂੰ ਠਰ ਰਹੇ ਆ, ਸਾਰੀ ਰਾਤ ਅੱਗ ਬਾਲਣੀ ਪੈਂਦੀ ਹੈ, ਰਹਿਣਾ ਪੈਂਦਾ ਹੈ. വിളവെടുത്ത പാടങ്ങളിൽ നിന്ന് പച്ചക്കറികൾ മാത്രമല്ല, തണുപ്പിനെ അതിജീവിക്കാനായി ട്രാക്ടറുകളിൽ വിറകുകളും ഖനൌരി അതിർത്തിയിൽ കർഷകർ എത്തിച്ചിട്ടുണ്ട്. വിജയം കണ്ടല്ലാതെ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഓരോ കാലാവസ്ഥയും അതിജീവിച്ച് അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. മരം കോച്ചുന്ന തണുപ്പിനെയും അവഗണിച്ചാണ് കർഷകരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടം. സമരം ദിവസങ്ങളോളം നീളുന്നത് ഈ മഞ്ഞുകാലത്തും കർഷകരെ തളർത്തുന്നില്ല. ഖനൌരിയിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24.